ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF നിലപാട് നാളെ പ്രഖ്യാപിക്കും. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിക്കും. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് തുറന്നു കാണിക്കണമെന്ന് UDF നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നു. സഹകരിക്കേണ്ടതില്ലെന്ന അഭിപ്രായവും യോഗത്തിലുണ്ടായി. സമുദായ സംഘടനകളുടെ പിന്തുണ നേതൃത്വം വിലയിരുത്തും. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഈ അയ്യപ്പ സംഗമവുമായി സഹകരിക്കണോ വേണ്ടയോ എന്നതിലൊരു ധാരണയിൽ UDF എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? ദിവ്യ, അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് ചേർന്ന UDFന്റെ നേതൃയോഗത്തിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഇത് സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്, അത് അങ്ങനെ തന്നെ തുറന്നു കാണിക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമുണ്ടായി. ഒപ്പം തന്നെ ഇതിനോട് സഹകരിക്കേണ്ടതില്ല എന്ന അഭിപ്രായവും മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. സമുദായ സംഘടനകളുടെ നിലപാടുകളും അവരുടെ പിന്തുണയും ഒക്കെ പരിശോധിച്ച ശേഷം അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്താം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ തന്നെ ഇത് സംബന്ധിച്ച ചില കൂടിയാലോചനകൾ കൂടി നടത്താനായി പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് നാളെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ നിലപാട്, UDFന്റെ നിലപാട് എന്താണ്, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാവും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇന്നത്തെ യോഗത്തിൽ അടക്കം സഹകരിക്കേണ്ടതില്ല എന്ന വാദത്തിനായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. പക്ഷേ UDF എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം ബഹിഷ്കരിക്കില്ല എന്നാൽ സഹകരിക്കില്ല എന്ന നിലയിലേക്ക് വരുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കും. അതിനനുസരിച്ചുള്ള ചില പ്രഖ്യാപനങ്ങളായിരിക്കും നാളെ UDFനായി പ്രതിപക്ഷ നേതാവ് UDFന്റെ ചെയർമാൻ കൂടിയായ PD സതീശൻ നടത്തുകയെന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ദിവ്യ, ആഗോള അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്നതിൽ UDF തീരുമാനം നാളെ അറിയാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യം പറയും. KR സാജു ആണ് വിവരങ്ങൾ നൽകിയത്.